വലിയ സമയമാണ്. ഇലക്ഷനിൽ നാം പങ്കെടുത്ത് ഇലക്ഷനിൽ വിജയിച്ച് അത് അല്ലാഹു തന്ന അനുഗ്രഹമാണ്. അത് മറക്കുന്നവരില്ലേ? ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തുത്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദികൽ ഖൈർ. അധികാരം നൽകിയവൻ അല്ലാഹുവാണ്. അധികാരം ഊരിയെടുക്കുന്നവൻ അല്ലാഹുവാണ്. ഇസ്സത്ത് നൽകുന്നവൻ അല്ലാഹുവാണ്. ദില്ലത്ത് നൽകുന്നവൻ അല്ലാഹുവാണ്. നിന്യത നൽകുന്നവൻ അല്ലാഹുവാണ്. നിസ്സാരത നൽകുന്നവൻ അല്ലാഹുവാണ്. എല്ലാം അവന്റെ നിയന്ത്രണത്തിലാണ് കേട്ടോ. അത് നമ്മുടെ പവറല്ല, എല്ലാം അല്ലാഹു നൽകിയതാണ്. അല്ലാഹു തന്ന അനുഗ്രഹത്തിന് നന്ദി ചെയ്യലല്ലാതെ നാം മറുപക്ഷത്തിന് അവിടുന്ന് തോറ്റു കഴിഞ്ഞാൽ നമുക്ക് അവരെ പരിഹസിക്കാനോ അവരെ കളിയാക്കാനോ അല്ലെങ്കിൽ അവർ തോറ്റു കഴിഞ്ഞാൽ ഇങ്ങോട്ട് അക്രമം നടത്താനോ അത് പാടുള്ളതല്ല. ഇസ്ലാം അനുവദിക്കുന്നതല്ല. തന്നതല്ലയാണ്. അധികാരം നീങ്ങിപ്പോകാത്തതായ അല്ലാഹു, എന്നും അധികാരം നിലനിൽക്കുന്നവൻ അല്ലാഹു, മാലിക് യൗമിദ്ദീൻ, അന്ത്യദിനത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അധികാരം നൽകിയത്. നീ മരിച്ചു കഴിഞ്ഞാൽ നിനക്കതാ തുള്ളിച്ചാടാൻ സാധിക്കുമോ? നിന്നതാ മയ്യിത്ത് കട്ടിലിൽ വെച്ചുകൊണ്ട് നിന്നെ കൊണ്ടുപോകാനല്ലേ നിർവാഹമുള്ളൂ. നിനക്ക് എണീച്ച് നടക്കാൻ സാധിക്കുമോ? അന്ന് എവിടെ പോയി നിന്റെ അധികാരം? എവിടെ പോയി നിന്റെ സ്ഥാനമാനങ്ങൾ? എവിടെ പോയി നിന്റെ സമ്പത്തുകൾ? എവിടെ പോയി നിന്റെ വീട്? എവിടെ പോയി നിന്റെ കാറ്? എവിടെ പോയി നിന്റെ വാഹനം? എവിടെ പോയി നിന്റേതായ എല്ലാ സുഖ സൗകര്യങ്ങളും എവിടെ പോയി? സുബ്ഹാനല്ലാഹ്, അവിടുന്ന് നിന്നതാ ചുമന്നുകൊണ്ട് കൊണ്ടുപോകുന്ന രംഗമല്ലേ ഞാൻ ഓർക്കാറുണ്ടോ? ഭൂമിയിൽ നീ തുള്ളിച്ചാടി അത് അഹങ്കരിച്ച് നടക്കണ്ട. ഇന്നകലം തഖ്രിഖൽ അർള വലം തബ്ലുഗൽ ജിബാല തൂലാ. നിനക്ക് ഭൂമി കീറി നടക്കാൻ സാധിക്കൂല. നിനക്ക് ഭൂമിയിൽ കീറി നിനക്ക് പോകാൻ സാധിക്കുമോ? എത്രത്തോളം നീ തുള്ളിച്ചാടി നടക്കും?